ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓറഞ്ച് വെച്ചിട്ടാണ്. സാധാരണ ഞാൻ എഴുന്നേറ്റ് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പം മോന് സ്കൂളിൽ പോകണം, ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം. അപ്പോൾ രാവിലെ നല്ല തിരക്കാണ്. സോ ആദ്യം തന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. സാമ്പാർ ഉണ്ടാക്കിയിട്ട് വരാം. ഇപ്പം മണി 9:15 സാമ്പാർ ഉണ്ടാക്കി. സാമ്പാറിൻ്റെ കൂടെ ഇന്ന് മില്ലറ്റ് ദോശയാണ്, ലിറ്റിൽ മില്ലറ്റ് ചാമ അരി വെച്ചിട്ടുള്ള ദോശയാണ് ഇന്ന് രാവിലെ എല്ലാവർക്കും കൊടുത്തത്. ഓഫീസിലും സ്കൂളിലും കൊണ്ടുപോയി ലഞ്ചും പാക്ക് ചെയ്തു. ആലു റോട്ടിയാണ് ഇന്ന് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്തത്. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല, നല്ല തിരക്കായിരുന്നു. പടപടപടാന്ന് ചെയ്തതാണ്. ആലു റോട്ടിയുടെ റെസിപ്പി ഞാൻ സ്കിന്നി റെസിപ്പീസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ആലു റോട്ടി എന്ന് സെർച്ച് ചെയ്താൽ മതി. ആലു പൊറാട്ട തന്നെ സംഭവം, പക്ഷെ ആലു പൊറാട്ടയ്ക്കകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണല്ലോ പൊറാട്ട ഉണ്ടാക്കുന്നത്. അതായത് ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണല്ലോ അതിനകത്ത്. അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ ഒരു മെനക്കേടാണ് ഉണ്ടാക്കാനായിട്ട്. ആലു റോട്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഗോതമ്പ് പൊടിക്കകത്തോട്ട് ചേർത്ത് ഇളക്കി കുഴച്ചെടുത്തുണ്ടാക്കുന്ന ഒരു പൊറാട്ടയാണ്. വളരെ ഈസിയാണ്. നിങ്ങൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കുക കേട്ടോ. നല്ല എളുപ്പമാണ്. രാവിലെയൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ നല്ല ഫില്ലിങ്ങുമാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇനിയിപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാൻ പോവാം. ഞാൻ എനിക്ക് വേണ്ടി ഒരു മില്ലറ്റ് ദോശ ഉണ്ടാക്കി സാമ്പാറും കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മില്ലറ്റ് ദോശയാണ്. ചാമ അരി എന്ന് പറഞ്ഞ മില്ലറ്റ് വെച്ചിട്ട് ദോശയാണ്. സാധാ അരി കൊണ്ടുള്ള ദോശ പോലെ തന്നെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഞാൻ എൻ്റെ റെസിപ്പി ഓൾറെഡി സ്കിന്നി റെസിപ്പീസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാമ റൈസ് ദോശ ബാറ്റർ എന്നോ ചാമ റൈസ് ദോശ എന്നൊക്കെ സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ. അപ്പം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഞാൻ ഒരു ദോശയും കുറച്ച് സാമ്പാറുമാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് ചട്നി ഉണ്ടാക്കിയില്ല, ഇന്ന് സാമ്പാർ വെച്ചുകൊണ്ട് നല്ല ഫ്രഷ് സാമ്പാറും ദോശയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 1/2 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. കാരണം നെയ്യ് ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ മില്ലറ്റിലുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുള്ളൂ. ഭക്ഷണത്തിൻ്റെ കൂടെ, അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാൻ ചായയും കാപ്പിയൊന്നും കഴിക്കാറില്ല, വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ വരും, ഏതെങ്കിലും ഒരു റെസിപ്പി ഐഡിയ ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ അത് ഞാൻ ഉണ്ടാക്കാറാണ് ചെയ്യാറ്. ഇങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തൊന്നും അങ്ങനെ വീഡിയോ എടുക്കാറില്ല. കൂടുതലും ഞാൻ റാൻഡംലി ഷൂട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കാണാം. ഉച്ചക്കത്തേക്ക് ബീട്രൂട്ട് തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തോരന് തേങ്ങ അരയ്ക്കാൻ പോവാണ്. അപ്പം ഈ തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞില്ലായിരുന്നോ, കരിവേപ്പിലയും കൂടെ തേങ്ങ ആയിട്ട് അരയ്ക്കുന്ന മസാലയ്ക്കകത്തൊക്കെ ഇടുന്നു. അപ്പോൾ പിള്ളേർ ഇതൊന്നും പെറുക്കി കളയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു തണ്ട് കരിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കും. അന്നേരം കരിവേപ്പില ആരും പെറുക്കി കളയത്തില്ല. അപ്പം അതിൻ്റെയൊക്കെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും എല്ലാവർക്കും. സമയം കിട്ടിയപ്പം കുറച്ച് മീൻ വാങ്ങിയായിരുന്നു. അപ്പോൾ ആ മീൻ അടവെന്ന് പറഞ്ഞ ഇവിടുത്തെ കോഴിക്കോട്ടിലെ ഒരു ലോക്കൽ മീനാണ്. അപ്പം അത് ഞാൻ കുറച്ച് മുളകൊക്കെ പരട്ടി വറുക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പം മോന് സ്കൂൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:30 ആകുമ്പം വീട്ടിൽ വരും. അപ്പോൾ അവന് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ മീനൊക്കെ വാങ്ങിയത്. ഇത് അടവെന്ന് പറഞ്ഞൊരു മീനാണ്, വറുക്കാൻ നല്ലതാണ്. ഞാനിത് എനിക്ക് ഒരു ടീസ്പൂൺ എണ്ണയൊക്കെ ഇട്ട് വറുക്കുന്ന ഒരു റെസിപ്പി ഞാൻ സ്കിന്നി റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കടുകൊക്കെ താളിക്കാൻ എടുക്കുന്ന ഒരു ചെറിയ ഇരുമ്പ് പാനുണ്ട്, കാസ്റ്റ് അയൺ പാനാണ്. അതിൽ ഞാൻ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് മീനൊക്കെ ഞാനിങ്ങനെ വറുത്തെടുക്കും. അപ്പോൾ അതിന് ഒരുപാട് എണ്ണയൊന്നും ആകത്തില്ല. ആ പാൻ ഞാൻ എപ്പോഴും കടുക് വറുക്കാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല സീസൺഡാണ്. ആ റെസിപ്പി ഞാൻ സ്കിന്നി റെസിപ്പീസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഈ ചാനലിൽ കാണിക്കുന്ന മിക്ക റെസിപ്പീസും ഞാൻ ഓൾറെഡി അപ്ലോഡഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ റെസിപ്പിയുടെ പേര് വെച്ചിട്ട് സ്കിന്നി റെസിപ്പീസ് എന്നും പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഇന്ന് നല്ല വെയിലാണ്, നല്ല കൂൾ ക്ലൈമറ്റാണ്, നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ് ഇന്ന് ഇവിടെ. അപ്പം എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇന്നെനിക്ക് മീൻ കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി. അപ്പം എന്തായാലും നല്ല ഫ്രഷ് മീൻ കിട്ടി. അടവെന്ന് പറഞ്ഞ മീനാണ്. ഞാൻ 1 ടീസ്പൂൺ എണ്ണയിൽ അത് വറുത്തു. ആ മീനാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു കുക്കുംബർ സ്ലൈസ് ചെയ്ത്, കുറച്ച് ചോറ്, കുത്തിരി ചോറാണ്, കുറച്ച് ബീട്രൂട്ട് തോരൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്.
നമ്മൾ ഭക്ഷണം എടുക്കുമ്പം ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ പ്ലേറ്റിൻ്റെ 1/4 ആയിരിക്കണം ചോറ്. എനിക്കതുകൊണ്ട് ഈ പാത്രം ഭയങ്കര ഇഷ്ടമാണ്. ചോറിങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇനി കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യണം. എൻ്റെ കപ്പലണ്ടിയുടെ സ്റ്റോക്ക് തീർന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. 2-3 വാൾനട്ട്സ് ആണ് ഇന്ന് ചായയോടെ കുടിക്കുന്നത്. ഞാൻ ഈ വാൾനട്ട് എങ്ങനെ പൊട്ടിച്ചാലും ഇതിൻ്റെ ആ ഈ കംപ്ലീറ്റ് ഷെല്ലിങ്ങനെ പോയിട്ട് അങ്ങനെ കിട്ടത്തില്ല. ഇതെല്ലാം പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഞാൻ ഈ ഭാഗം വെച്ച് ഇടിച്ചു നോക്കി, ഈ ഭാഗം വെച്ച് ഇടിച്ചു നോക്കി, ഈ ഭാഗം വെച്ച് ഇടിച്ചു നോക്കി, ഈ കുഴവ വെച്ചിട്ട് ഇത് വെച്ചിട്ട് പലതരത്തിൽ ഞാൻ പൊട്ടിച്ചു നോക്കി. പക്ഷേ കംപ്ലീറ്റ് ഇത് പൊടിഞ്ഞു പോകും. എനിക്ക് ആ ഹോൾ പീസായിട്ട് ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഫുഡിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുമ്പം ഒരു പ്രോപ്പായിട്ടൊക്കെ വെക്കാമല്ലോ എന്ന് ഓർത്ത് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എങ്ങനെയാണ് ഈ വാൾനട്ട് ക്രാക്ക് ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും. എനിക്ക് ഈ വാൾനട്ടിൻ്റെ ആ ഹോൾ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കത്തില്ലേ, നമ്മളെ പടത്തിലൊക്കെ കാണത്തില്ലേ, എനിക്ക് അതുപോലെ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ച് ഓരോ തരത്തിലും ഞാൻ ഈ വെട്ടില്ലേ ഇവിടെ വെച്ച് ഇടിച്ചു നോക്കിയിട്ടുണ്ട്, പിന്നെ ഈ ഭാഗത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്, ഞാൻ ഈ ഭാഗത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ കറക്റ്റ് ഇതിൽ ഇതുവരെ എനിക്ക് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും ഞാനിനി ഏലക്കായി ഒന്ന് ചതച്ച് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് വരാം. പിന്നെ ഈ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും, പാചകമൊക്കെ വൃത്തികേടാവും. കുക്കീസ് ബേക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ പാത്രമൊക്കെ കഴുകുന്നതും കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കുന്നതും. കപ്പളങ്ങയാണ്, നല്ല മധുരമുണ്ട്. എനിക്ക് രാത്രി ലൈറ്റായിട്ട് കഴിക്കാനാണ് കൂടുതൽ താല്പര്യം. കപ്പളങ്ങ അല്ലെങ്കിൽ പൈനാപ്പിൾ ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ ഈവനിങ് സാലഡ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ചന സാലഡോ അല്ലെങ്കിൽ കീൻവ സാലഡോ അതൊക്കെ ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഡിപ്പെൻസ്. ഇപ്പം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറൊക്കെ കഴിച്ചുകൊണ്ട് ഐ തോട്ട് ഈവനിങ് ഒന്ന് ലൈറ്റായിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് സ്റ്റൈൽ വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആൻഡ് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.